വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഈ ഫുട്ബോളിൻ്റെ ചൈനീസ് വെർഷനും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാൻ എങ്ങനെയെന്ന് കമൻറ്റ് ബോക്സിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഒരു ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ആ ലിങ്ക് കയറിയാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളും കിട്ടും. ഇത് നമുക്ക് സാധാരണ ഈ ഒരു ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇവിടെ നിന്ന് സൈൻ ചെയ്താൽ ഡൗൺലോഡിങ് ഫയൽ ആവും. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്താണ്. ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇൻസ്റ്റാൾ ആക്കണം. ഇൻസ്റ്റാൾ ആക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ ഇൻസ്റ്റാൾ ആക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫുട്ബോളിൽ കയറുന്ന അടങ്ങാണ് ചൈനീസ് വെർഷനിലും കാര്യങ്ങൾ നമ്മൾ കയറുകയാണ്. ജസ്റ്റ് നമുക്ക് കയറുമ്പോൾ ഒരു റൗണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു പച്ച കളറാണ്. കാണാം, പച്ച. ആ ഒരു പച്ച നമ്മൾ കൊടുക്കണം, എന്നാലേ നമുക്ക് കയറാനാവുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് കാണാം 100 ഫയൽ വരെ കയറുന്നുണ്ട്. 100 എന്തോ ഫയലാണെന്ന് തോന്നുന്നു. ഓക്കെ, കയറുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് സിമ്പിളായിട്ട് നമുക്ക് കയറാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ അലോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് ശേഷം നമ്മൾ സാധാരണ പെസ്സിൽ എങ്ങനെയാണോ കയറുന്നത് അതുപോലെ തന്നെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ചൈനീസിൻ്റെ എന്തോ കാര്യങ്ങളും എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ കൊനാമി എന്ന സംഗതി വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കാണാം ഈ ഫുട്ബോളിലെ അതേപോലെ തന്നെ ഈ ഫുട്ബോളിലായിട്ട് ഒരു വ്യത്യാസം ഈവൻറ്റും ആ കാര്യങ്ങൾ മാത്രമാണ്. ഗെയിം പ്ലേ അതൊക്കെ ഒരു ഇത് തന്നെയാണ്. പക്ഷേ ഈവൻറ്റ് കൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇതിനകത്ത് ചൈനീസ് എടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മൾ എടുക്കേണ്ടത് MI ആണ്. ഓക്കെ, ഞാനിവിടെ MI യൂസ് ചെയ്തു. ഓക്കെ, MI ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ക്രിയേറ്റിന് അക്കൗണ്ട് കൊടുക്കണം. ക്രിയേറ്റിന് അക്കൗണ്ട് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവും. ക്രിയേറ്റിന് അക്കൗണ്ട് കൊടുക്കുക. ക്രിയേറ്റിന് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൺട്രി കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാൻ പറയുന്നതാണ്. ഇപ്പോൾ കൺട്രി കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇമെയിൽ ഐ ഡിയും കൂടി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. ഓൾറെഡി ഇമെയിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് ഇമെയിലിൻ്റെ പാസ്വേഡ് കാണുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കാര്യങ്ങൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കുകയാണ്. വേറെ പാസ്വേഡിലൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ നമുക്കിത് കയറി കിട്ടേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ക്യാമിനോട്ടെ റോബോട്ട് എന്ന റീക്യാപ്ഷൻ അപ്പോൾ അതും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത എൻ്റെ കോഡാണ്. ഈ കോഡും കാര്യങ്ങളും നമ്മളെ ഇമെയിലും അപ്പോൾ നമ്മൾ വന്ന കോഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അഥവാ ഈ കോഡും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, റീസെൻറ്റ് എന്ന സംഗതി ഉണ്ടാവും. ഒരു ഇപ്പോൾ 50 സെക്കൻഡ് കഴിഞ്ഞാൽ ഇവിടെ റീസെൻറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇവിടെ ആ റീസെൻറ്റ് ഓപ്ഷൻ ഞെക്കി കൊടുത്താൽ നിങ്ങൾക്ക് ഒന്നുകൂടിയും റീസെൻറ്റ് ചെയ്യുകയാണ്. എനിക്കിപ്പോൾ ഒന്നാമത്തെ പ്രാവശ്യം വന്നിട്ടില്ല, രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ റീസെൻറ്റ് ചെയ്തത്. ഇപ്പോൾ സബ്മിറ്റ് അടിച്ചിരിക്കുന്നത്. സബ്മിറ്റ് അടിച്ചാൽ നമ്മൾ ഡയറക്റ്റ് അഗ്രി ചെയ്യാൻ ലിങ്ക് കൊടുക്കുക. നമ്മൾ ഷാമി അക്കൗണ്ട് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്താൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സ്റ്റെപ്പ് കൂടിയും ഒറ്റ സ്റ്റെപ്പ് കൂടി മാത്രമേ ഉള്ളൂ. ഇത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഇത് നമ്മളെടുക്കേണ്ടത് ഈ ഒരു നീല ബട്ടനാണ്. നീല ബട്ടൺ എടുത്തിട്ട് നമുക്ക് ഇവിടെ നെയിമും പാസും ചോദിക്കുന്നതാണ്. ഇത് കിട്ടണമെങ്കിൽ ഞാനിപ്പോൾ ഒരു ലിങ്ക് കൂടെ ക്രോമിൽ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ആ ലിങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ കയറിയാൽ അത് കംഫർട്ടബിൾ ആകുന്നു. ഇതാണ് ആ ലിങ്കും കാര്യങ്ങളും. കുറേ ചൈനീസിൻ്റെ എഴുതിയ അക്ഷരവും നമ്പറും ഒക്കെ കാണാനാണ്. ഇതിലിപ്പോൾ മോളിലോട്ടുള്ളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞായിരിക്കും കുറേ പേര് യൂസ് ചെയ്താലും കൊണ്ട് തന്നെ കുറച്ച് പ്രൊഫഷണൽ ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു 10 പോയിട്ട് എടുക്കാനാണ് നോക്കുന്നത്. ഇത് എത്ര വേണമെങ്കിലും ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ എടുക്കേണ്ടത് എന്താണ്, ഈ ഒരു കോഡാണ്. ഈ ഒരു 2 അക്കൗണ്ട് നമുക്ക് വേണം. ഫസ്റ്റ് ഞാൻ ഇത് കോപ്പി ചെയ്ത് വെക്കുകയാണ്. പിന്നെ അതിൻ്റെ അപ്പുറമെല്ലാം കോപ്പി ചെയ്യുകയാണ്. ഓക്കെ, ഒരേ ലൈനിലുള്ള കോഡാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരേ ലൈനിലുള്ള ഈ 2 അക്ഷരങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. അതും കൂടെ ശ്രദ്ധിക്കുക. ഒറ്റ ലൈനിലാണ്. അപ്പോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മളോട് അടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ക്ലിപ്പോർഡ് പോയിട്ട് ഫസ്റ്റ് കോപ്പി ചെയ്ത ഈ ഒരു വേർഡാണ് നമ്മളിവിടെ അടിക്കേണ്ടത്. ഇവിടെ അടിക്കേണ്ടത് ആ നമ്പറും കാര്യമാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് മഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിപ്പോൾ കാണാൻ കോഡ് കാര്യങ്ങളും കിട്ടുന്നില്ല. അപ്പോൾ വേറെ കോഡ് എടുക്കണം. പറ്റാതെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ കുറേ ഒരു 10-200 അങ്ങോട്ട് ഫയൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് കുറച്ച് സെർച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മളിവിടെ 3-4 ട്രൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കറങ്ങിത്തിരിയൽ വന്നിട്ടുള്ളത്. ഇത് കുറച്ച് ചൊറ പിടിച്ച പരിപാടി കാര്യങ്ങളാണ്. ഈ ഫുട്ബോൾ ചൈനീസ് വെർഷൻ കാര്യങ്ങൾ കയറുന്നതിൽ ഏറ്റവും ചൊറ പിടിച്ച പരിപാടിയാണ്. നമുക്കിവിടെ കാണാം. ജസ്റ്റ് ഈ ഫുട്ബോൾ എന്നോട് ഞെക്കി കൊടുക്കുക. നമുക്കിവിടെ
പിന്നെ ഒരു ചൊറ പിടിച്ച പരിപാടിയാണ് ഇത് ഫസ്റ്റിൽ തന്നെ നമുക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് കുറേ പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്ത് നിന്നാൽ നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ അതും കുറച്ച് ക്ഷമ വേണ്ട കാര്യമാണ്. ടാപ്പ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളും വന്നത്. ഇങ്ങനെ വന്നാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഫുട്ബോൾ കയറാവുന്നതാണ് ചൈനീസ് വെർഷനിൽ. ഇതിൽ നമ്മളെ പച്ച ബട്ടനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ പച്ച ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പച്ച ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 300 MB ഡൗൺലോഡ് ആക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ ഡൗൺലോഡ് ആകുന്നതാണ്. അപ്പോൾ അച്ഛന്മാരെ ഫയലും കാര്യങ്ങളും ഡൗൺലോഡും കാര്യങ്ങളും ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒന്നുകൂടി നമ്മൾ വേക്കടിച്ച് ഒന്നുകൂടി കയറുകയാണ്. വേക്കടിച്ച് കയറിയല്ല, ആ ബട്ടൺ ഞെക്കി ഒന്നുകൂടി തന്നെ വേക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റുന്നതാണ്. ഓരോ പ്രാവശ്യം നമ്മൾ ചൈനീസ് ഈ ഫുട്ബോൾ കയറുമ്പോൾ ഉണ്ടാവും ഈ പ്രശ്നം, ഈ ടാപ്പിൻ്റെ പ്രശ്നം. അത് തീരാനൊന്നും പോകുന്നില്ല വെച്ചാൽ അതാണ് ഏറ്റവും വെറുപ്പിക്കൽ പരിപാടിയാണത്. അത് നമ്മൾ VPN കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്ന കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ കയറാത്തിന് ടൈം എടുക്കുന്നു. കുറേ പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കി, പക്ഷെ എനിക്കിത് കിട്ടുന്നില്ല, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടേണ്ടാവും, ചാൻസ് ഉണ്ട്. ലക്കുള്ളവർക്ക് വേഗം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മറ്റേ ചെക്കൻ പറഞ്ഞ പോലെ ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ കുറേ ടൈം ട്രൈ ചെയ്ത് നോക്കിയതാണ്, ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ട് നിന്നതാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ചില ടൈം ഓട്ടോ ക്ലിക്കറൊക്കെ വെച്ച് യൂസ് ചെയ്ത് ഞാനിങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് കിട്ടുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഇനി അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നാൽ പറഞ്ഞു കൊടുക്കുമായിരിക്കെങ്കിലും. ഓക്കെ, ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറച്ചധികം ദിവസം തന്നെയായി ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും ഇതിനകത്തേക്ക് കയറാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. ആദ്യമൊക്കെ ഞാൻ കയറലുണ്ടായിരുന്നു പണ്ട് ഞാൻ ഇതിന് വേണ്ടി ഞാൻ ക്ലിയർ അടിച്ചിട്ട് പുതിയ ഒന്നുകൂടി ഉണ്ടാക്കിയതിനെ ആണോ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി നോക്കുക. നിങ്ങൾക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ ചിലർക്ക് റെഡിയാവും, ഉറപ്പാണ്. ഒരു അത്യാവശ്യം കുറേ പ്രാവശ്യം ടാപ്പ് ചെയ്യേണ്ടി വരും ഇത് കിട്ടാൻ. പിന്നെ കുറച്ച് ലക്കും കാര്യങ്ങളൂടെയും വേണം. അതാണ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇത് കഴിഞ്ഞാൽ തന്നെ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.